പ്രീത ഷാജിയുടെ സന്നിഹിത 1994 എടുത്ത ലോണാണ് അത്. ജാമ്യം നിന്ന ആൾ അടക്കാതെ ഇരുന്നത് കൊണ്ട് ഞങ്ങൾ 97 1 ലക്ഷം രൂപ അടക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടത് ഇപ്പോൾ ഈ 2014 ആയപ്പോഴത്തേക്കും അത് 3 കോടി ആയെന്നുള്ള നിലയിലെത്തി. ആ 3 കോടി വെച്ചുകൊണ്ട് തന്നെ അവർ 38 ലക്ഷം രൂപക്ക് ബാങ്ക് കൊള്ള, DRTയും HDFC ബാങ്കും കൂടി കൊള്ള ചെയ്ത് ഞങ്ങളെ തെരുവിലിറക്കാൻ ഒരുമ്പെട്ടപ്പോൾ സർഫാസി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം എന്ന സംഘടന ഞാനുമൊത്ത് സമരം ചെയ്ത് ജീവൻ മരണ പോരാട്ടം നടത്തി തന്നെയാണ് ഞങ്ങൾ ആ ജപ്തി തടഞ്ഞതും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഹൈക്കോടതി അതുപോലെ തന്നെ ബാങ്ക് ചെയ്ത ഒരു കൊള്ള എന്താണെന്നാൽ 3 വർഷം ഡിഗ്രി ആയി 3 വർഷത്തിനുള്ളിൽ നടത്തേണ്ട ലേലം അവർ 9 വർഷം കഴിഞ്ഞാണ് നടത്തിയത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പോയിന്റ് കിട്ടിയതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് എൻ്റെ ജപ്തി ഒഴിവാക്കി 45 ലക്ഷം രൂപ ഞങ്ങളോട് അടച്ച് വീട്ടിൽ കയറിക്കോളാൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു ഈ നിയമം മൂലം ഞങ്ങൾ വോട്ട് ചോദിച്ചു വരുന്ന 3 മുന്നണികളും ഇവരിൽ വിശ്വാസമുണ്ടോ? 2 പ്രാവശ്യം ഞാൻ നിരാഹാരം നടത്തി മരണത്തോട് മല്ലിട്ട് കിടന്നതാണ്. 19 ദിവസം നിരാഹാരം അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി ഏറ്റെടുത്തു. മുഖ്യമന്ത്രി തന്നെ ജില്ലാ കളക്ടറെ വിട്ട് എനിക്ക് നാരങ്ങനീര് വന്ന് നിരാഹാരം അവസാനിപ്പിച്ചതാണ്. അപ്പോൾ പറഞ്ഞത് എന്തായാലും ജപ്തി നടക്കില്ല എന്നാണ്. അത് കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ വൻ സന്നാഹത്തോടുകൂടി ഞങ്ങളെ ഇറക്കാൻ വന്നത്. അന്ന് ഞങ്ങൾ പെട്രോളൊക്കെ ഒഴിച്ച് ജീവൻ മരണ പോരാട്ടം 14 പേര് 22 ദിവസം ജയിലിൽ പോവുകയും വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ അന്ന് ആ ജപ്തി തടഞ്ഞത്. അപ്പോൾ അതിന് ശേഷം വീണ്ടും ഞാൻ ഒരു നിരാഹാരം കൂടി നടത്തിയപ്പോഴാണ് രമേശ് ചെന്നിത്തല സാറ്, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ മുഴുവനും, മേധാ പട്കർ തുടങ്ങിയുള്ള സംസ്ഥാനം മുഴുവൻ സമരം നടത്തി ഇതായിട്ടുള്ള ആ മാഡം എല്ലാവരും വന്നിട്ട് ഞങ്ങളെ പിന്തുണച്ചുകൊണ്ട് കേരള ജനത മുഴുവൻ ഏറ്റെടുത്ത സമരമാണത്. അതിൽ ഇന്ന് എനിക്ക് ആ നിയമം, അങ്ങനെ ഒരു നിയമം ഉണ്ടായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു നിൽക്കുകയാണ്. ആര് വേണമെങ്കിലും ഭരിച്ചോട്ടെ, പക്ഷെ പാവപ്പെട്ടവനാ ഓരോ ദിവസവും ഈ കടക്കണിയിൽ എന്ന് വെച്ചാൽ നമ്മ എടുക്കാത്ത പൈസയുടെ പേരിൽ ജീവിതം ഹോമിച്ച ആളാണ് ഞാനും. ഞാൻ 2 മക്കളായിട്ട് ആത്മഹത്യ ചെയ്യാൻ വരെ ബിരിയാണി ഉണ്ടാക്കി വെച്ച് മരിക്കാൻ പോയതാ. പക്ഷേ എൻ്റെ മോള് പറഞ്ഞു, മരിക്കണ്ടമ്മ, എനിക്ക് ജീവിക്കണം, നമ്മുടെ വീട് നമുക്ക് തിരിച്ചു പിടിക്കാമെന്ന് പറഞ്ഞ്. ആ സമയത്തും ആരും ഉണ്ടായിരുന്നില്ല, ഒരു പാർട്ടിക്കാരും ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. ഉണ്ടായത് ഒരു സംഘടനയുടെ ഒരു ബലം, ഒരു നോട്ടീസ് കണ്ടാണ് ഞങ്ങൾ ചെന്നത്. ആ ഒരു സമരം ഉണ്ടായതുകൊണ്ട് സമരക്കാരെ പൂഴ്ത്തി പറയാൻ വേണ്ടി പറയണതല്ല. ഇവിടെ പലരും പറയുന്നുണ്ട് ഇന്ന പാർട്ടി ജയിക്കണം, ഇന്ന പാർട്ടി ഭരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയണ ആൾക്കാരും ഞങ്ങളുടെ ഇത്ര കൊല്ലോ 7 കൊല്ലോ ഞങ്ങളെല്ലാം ഈ ഓരോ വീട്ടമ്മമാരും ആത്മഹത്യ ചെയ്യലും മരണക്കടക്കലിൽ കിടക്കണത്. ജീവിക്കണം, നിങ്ങളുടെ മുമ്പിലൊക്കെ ഇപ്പോൾ വന്ന് നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, മരിക്കാൻ പേടിച്ചിട്ട് കൊച്ചുങ്ങളെ കൊണ്ട്. ഇവരുടെയൊക്കെ മുകളിലോട് നിങ്ങളോട് ശരിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ സർഫാസി നിയമം കണ്ടുപിടിച്ചപ്പോൾ 2002 വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഇത് നിയമം വന്നു. പക്ഷേ ഈ നിയമം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് ഇതുണ്ടാക്കിയത്? ഈ നിയമപ്രകാരം എൻ്റെ വീട് ആധാരം വേറൊരുത്തം കൊണ്ട് വെക്കുമ്പോൾ ആ തുകക്ക് കിട്ടാവുന്നതിൽ കൂടുതൽ ശക്തി പൈസ മേടിച്ചിട്ട് നമ്മളറിയാതെ വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയാണ് പോലീസിനെയും കൂട്ടി ഈ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഈ നിയമം എഴുതിക്കൊണ്ട ഈ നിയമം റദ്ദാക്കാൻ ഇവരിൽ ആര് തയ്യാറായാലും ഞാൻ ഇവിടെ പറയുന്നതാണ്, ഈ പാർലമെൻറ്റിലേക്ക് എനിക്കുള്ള അപേക്ഷ, ഞങ്ങളുടെ ഈ പ്രകടനം മതി, ഈ ഒരൊറ്റ കാര്യം മതി. നിരവധി കുടുംബങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ അഡ്വക്കേറ്റ് പോയേക്കണാണ്. 300 കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് പോയേക്കണേ. ഞാൻ ചോദിക്കട്ടെ, ഇത്രമാത്രം പൈസ എല്ലാവർക്കും ഇല്ലേ, എല്ലായിടത്തും ഇല്ലേ? ഈ കുഞ്ഞുമക്കളായിട്ട് ഞങ്ങളെന്തിനാ മരിക്കുന്നത്? ഞങ്ങളുടെ ഓരോ പൈസയല്ലേ ഇതെല്ലാം? ഈ പൈസയൊക്കെ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ മേലെല്ലാം ഓരോ കാര്യം അടിച്ചമർത്തണം. നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് അപേക്ഷ രൂപത്തിലോ അല്ലെങ്കിൽ എന്ത് വിധത്തിലോ എൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ച് വന്നതല്ല. പക്ഷേ കോടിക്കണക്കിന് രൂപ കടമെടുത്ത് വൻ വ്യവസായികൾ മുങ്ങി നടക്കുന്ന കാലത്താണ് അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഒരുപാട് മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഓരോ മുന്നണികൾ. ഇപ്പോൾ ഹനാൻ ഇരിപ്പുണ്ട്, ഹനാൻ ഒരു അഭിപ്രായം പറയുക ഇക്കാര്യത്തിൽ. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഇവിടെ ഒരുപാട് പേര് പോരാടുന്നു എന്ന് പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ അടുത്ത് നടക്കുന്നൊരു വിഷയമാണ് ശബരിമല വിഷയം. അതിന് പല രീതിയിലും ഇപ്പോൾ ഒരാൾ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായും മതപരമായിട്ടും അതിനെ തരംതിരിച്ച് ജനങ്ങൾ സ്നേഹവും ഐക്യവും കാണിക്കുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ എനിക്ക് ഒരു സ്ത്രീകൾ അവരുടെ അവകാശത്തിന് വേണ്ടി പോരാടാം, ശരിയാണ്. പക്ഷേ ഈ ശബരിമലയിലൊക്കെ പോകുന്ന ചില ആക്ടിവിസ്റ്റുകളുണ്ട്, അവരൊരിക്കലും ഭക്തി മൂത്തിട്ടാണ് അവിടെ പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെയൊക്കെ നമ്മൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഏതൊരു കുഴുന്നിനും ആചാരങ്ങൾ, ഇവിടുത്തെ സംസ്കാരം, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം, ഇതെല്ലാം സംരക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ആചാരങ്ങളും എല്ലാം അനുഷ്ഠിച്ച് പോകുന്ന ഒരു സ്ഥലത്തേക്ക് അതിൻ്റെ ഒരു ഘടനയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആചാരത്തെ തകർക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു നിലപാടുമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ശാക്തീകരണമൊക്കെ ആവാം, പക്ഷെ അത് ന്യായത്തിന് വേണ്ടിയായിരിക്കണം, ന്യായം ഉള്ളിടത്തായിരിക്കണം.